ഞാൻ 16-ാം വയസ്സിൽ വായന തുടങ്ങിയതാണെങ്കിലും ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ് വെൻ ഐ ലുക്ക് ബാക്ക് എനിക്ക് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുസ്തകങ്ങൾ, ഇന്ത്യൻ ഓത്തേഴ്സ് ഇംഗ്ലീഷിൽ എഴുതിയ പുസ്തകങ്ങൾ ഞാൻ വായിച്ചത് വളരെ കുറവാണെന്നാണ്. വിരലിൽ എണ്ണാവുന്ന പുസ്തകങ്ങൾ മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ബൈ അരുന്ധതി റോയ്, ദ ഫയർ ഇൻ ദ മൗണ്ടൻ ബൈ അനിത ദേശായി, പിന്നെ അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകം മദർ ഓഫ് 1084 ബൈ മഹാശ്വേത ദേവി. അങ്ങനെയുള്ള വളരെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് പുസ്തകങ്ങളെ ഞാൻ വായിച്ചിട്ടുള്ളൂ. അതെന്താണ് അങ്ങനെ എന്ന് എനിക്കിപ്പം അറിഞ്ഞുകൂടാ. പക്ഷേ ഈ കോവിഡിൻ്റെ സമയത്താണ് അതിലൊരു മാറ്റം വന്നത്. കോവിഡിൻ്റെ സമയം ലോക്ക്ഡൗൺ ആയപ്പോൾ നമുക്ക് പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥ, പുസ്തകങ്ങൾ വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ ആ സമയത്താണ് ഞാനൊന്നും കൂടെ, എനിക്ക് തോന്നുന്നു എൻ്റെ വായന കുറച്ചും കൂടെ സീരിയസ് ആയത്. എനിക്കൊരു അത്യാവശ്യം വലിയ തിരക്കേടില്ലാത്തൊരു ബുക്ക് ഷെൽഫുണ്ട്, അതിനുള്ള അത്യാവശ്യം പുസ്തകങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ 2012-ലോ 2013-ലോ വാങ്ങിച്ചു വെച്ച ഒരു പുസ്തകം അതിലുണ്ടായിരുന്നു. അത് റസ്കിൻ ബോണ്ട് എഴുതിയ പുസ്തകമാണ്. റസ്കിൻ ബോണ്ടിൻ്റെ 2 പുസ്തകങ്ങൾ എൻ്റെ ഷെൽഫിലുണ്ടായിരുന്നു. അതിൽ ഞാൻ ആദ്യം വായിച്ച പുസ്തകം പോട്ട്പുരിയാണ്. പോട്ട്പുരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രൈഡ് ഫ്ലവറിൻ്റെ പെറ്റൽസ്, ഉണങ്ങിയ പൂക്കളുടെ പെറ്റൽസ് ഉണ്ടല്ലോ, അതിൻ്റെ ഇലകൾ, പിന്നെ കുറച്ച് സ്പൈസസ്, ഇത് മിക്സാക്കി ഒരു ബൗളിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കുക. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ ആ റൂമിൽ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ല് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ പോട്ട്പുരി എന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. അതിനെ നമ്മൾ പോട്ട്പുരി എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് ഈ പുസ്തകത്തിലും ഉള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ പറയട്ടെ, റസ്കിൻ ബോണ്ട് സാധാരണ ഷോർട്ട് സ്റ്റോറീസാണ് എഴുതാറ്. അപ്പം ഈ പുസ്തകം ഒത്തിരി ഷോർട്ട് സ്റ്റോറീസിൻ്റെ കമ്പൈലേഷനാണ്. സാധാരണ റസ്കിൻ ബോണ്ടിൻ്റെ പേര് അസോസിയേറ്റ് ചെയ്യപ്പെടുന്നത് ചിൽഡ്രൻസ് ലിറ്ററേച്ചറായിട്ടാണ്. പക്ഷേ കുട്ടികൾക്ക് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണ് റസ്കിൻ ബോണ്ട് എന്ന് എനിക്ക് തോന്നുന്നേയില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിൽഡ്രൻസ് ലിറ്ററേച്ചറായിട്ട് കൂടുതൽ അദ്ദേഹത്തിൻ്റെ പേര് അസോസിയേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് അദ്ദേഹം എഴുതുന്നതും അല്ലെങ്കിൽ ലൈഫിനെ കുറിച്ച് അദ്ദേഹം പറയുന്നതും. അദ്ദേഹത്തിൻ്റെ മിക്ക കഥകളുടെയും ഒരു ബാക്ക് ഡ്രോപ്പ് സിംല അല്ലെങ്കിൽ മസൂരിയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ അതുവരെ പ്രകൃതിയെ അത്ര കാര്യമായിട്ടൊന്നും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ മുൻപ്. പക്ഷേ റസ്കിൻ ബോണ്ടിൻ്റെ പുസ്തകങ്ങളാണ് നേച്ചറിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടാക്കി തന്നതെന്ന് തന്നെ പറയാം. അതും സിംല, മുസൂരി അവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു കഥയായിരിക്കുന്ന സമയത്ത്, അതായത് കോടമഞ്ഞും വൂഡ്സും, അതായത് പൈൻ മരങ്ങൾ ഇങ്ങനെ നിരനിരയായി നിൽക്കുന്ന വൂഡ്സും, WOODS അങ്ങനെയുള്ള പൈൻ ഫോറസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അത്തരത്തിലുള്ളൊരു ബാക്ക് ഡ്രോപ്പ് തന്നെ എനിക്ക് എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ക്യാപ്റ്റിവേറ്റിംഗ് എലിമെൻ്റാണ്. നേരത്തെ പറഞ്ഞ പോട്ട്പുരിയിലേക്ക് തിരിച്ചു പോകാം. ഇതിലെന്തൊക്കെയാണുള്ളത്? ഷോർട്ട് സ്റ്റോറീസാണ്, പക്ഷേ ഇതിലെന്തൊക്കെയാണുള്ളത്? ഇൻട്രീഗ്, മിസ്റ്ററി, റൊമാൻസ്, ലവ് എല്ലാം അടങ്ങിയതാണ് ഈ ചെറുകഥകൾ, ഈ പോട്ട്പുരിയിൽ അടങ്ങിയ ചെറുകഥകൾ. അദ്ദേഹത്തിൻ്റെ കഥകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ എനിക്കത് ഏറ്റവും ഇഷ്ടമുള്ളതാക്കുന്നത് അല്ലെങ്കിൽ പ്രിയപ്പെട്ടതാക്കുന്നത് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് ആണ്. റൈറ്റിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഇതേ ഉള്ളൂ. ഇറ്റ്സ് ലൈക്ക് ഹണി ഡ്രിപ്പിംഗ് ഫ്രം എ കൂം. ഒറ്റ നോട്ടത്തിൽ എഴുത്ത് കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. പക്ഷേ ആ സിമ്പിൾ റൈറ്റിങ്ങിലുമുണ്ട് ആ ലിറിക്കൽ നേച്ചർ എന്നൊക്കെ പറയില്ലേ, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആൻഡ് പോയിറ്റിക് വേയിലാണ് അദ്ദേഹം എഴുതുന്നത്. ദി ഹിമാലയൻ ടൈംസ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, എ ചിൽഡ്രൻസ് റൈറ്റർ, ഹിസ് സ്റ്റോറീസ് ആർ സിമ്പിൾ ആൻഡ് ഡ്രോൺ അപ്പ് ഫ്രം ലൈഫ്സ് റിയാലിറ്റീസ്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികളുടെ പുസ്തകം അല്ലെങ്കിൽ കുട്ടികളുടെ സാഹിത്യം എന്ന പേരിൽ ഒതുക്കി നിർത്താൻ പറ്റാവുന്ന ഒരു സംഭവമല്ല. എനിക്ക് വായിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ത്രില്ലർ മിസ്റ്ററി ജോണറിൽ പെട്ടതാണ്. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു മൂഡ് അനുസരിച്ച് പുസ്തകങ്ങൾ വായിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളാണ്. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എറ്റ് എനി ടൈം നിങ്ങൾ ഏത് പുസ്തകമാണ് വായിക്കാൻ ഇഷ്ടപ്പെടുക എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണു അടച്ചു പറയും റസ്കിൻ ബോണ്ടിൻ്റെ പുസ്തകങ്ങളെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോവിഡ് സമയത്താണ് റസ്കിൻ ബോണ്ടിൻ്റെ പുസ്തകം ഞാൻ ആദ്യം വായിക്കുന്നത്. ഇപ്പോൾ വായിക്കുന്ന എൻ്റെ 2ാമത്തെ വായനയാണ്. പലപ്പോഴും നമ്മൾ 2ാമത്തെ വായനയിൽ കിട്ടുന്നത് ചിലപ്പോൾ 1ാമത്തെ വായനയിൽക്കാളധികമായിരിക്കും, ചിലപ്പോൾ തിരിച്ചും ഉണ്ടായിരിക്കാം.
കാരണം നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ പ്രായം ഇതൊക്കെ മാറുന്നുണ്ടല്ലോ. എനിക്ക് ഈ പുസ്തകത്തോടുള്ള അത്രയും ഇഷ്ടം കാരണം തന്നെ, അദ്ദേഹത്തിൻ്റെ കഥകളോടുള്ള ഇഷ്ടം കാരണം തന്നെ ഞാൻ ഇതിലെ ഒരു കഥ എൻ്റെ ലിബേർട്ടിയൊക്കെ എടുത്ത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഫേസ് ഇൻ ദ ഡാർക്ക്. അത് എൻ്റെ പ്ലേലിസ്റ്റിൽ കാണും. ഇരുട്ടിലെ ആ മുഖം എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ എൻ്റെ ആ കഥ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണെന്ന് പറയാം. പിന്നെ അതുപോലെ ഇതിലെ കഥകളിലൂടെ പോവുകയാണെങ്കിൽ ഇതിൽ കഥകൾ മാത്രമല്ല കേട്ടോ, അതിനോടൊപ്പം ചെറിയ ചെറിയ നല്ല കവിതകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതിൽ ഈ ഫേസ് ഇൻ ദ ഡാർക്ക് കൂടാതെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു കഥ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ ജോബ് വെൽ ഡൺ എന്നുള്ളതാണ്. അന്ന് വായിച്ചു കഴിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സിൽ തങ്ങി നിന്ന ഒരു കഥയാണ് ഈ ജോബ് വെൽ ഡൺ. പിന്നെ അതുപോലെ തന്നെ ബിനിയ പാസസ് ബൈ എന്ന് പറഞ്ഞിട്ടുള്ള ആ കഥയിൽ എനിക്ക് ചെറുതായിട്ട്, വളരെ ചെറിയ തോതിൽ നമ്മുടെ ഞാൻ ഗന്ധർവനെ ഓർമ്മിപ്പിച്ചൊരു കഥയായിരുന്നു അത്. അങ്ങനെ ഒത്തിരി സിമിലാരിറ്റി ഒന്നുമില്ല, എന്നാലും എവിടെയൊക്കെയോ, പക്ഷേ ഇവിടെ ഗന്ധർവന് പകരം ഫീമെയിലാണെന്ന് മാത്രം. അതുപോലെ സൂസന്ന 7 ഹസ്ബൻഡ്സ്, അത് ഇംഗ്ലീഷിൽ തന്നെ എനിക്ക് അതിനോടുള്ളൊരു ഇഷ്ടം കാരണം ഇംഗ്ലീഷിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ കിട്ടും. മാത്രമല്ല ഈ പുസ്തകം ഒരു സിനിമയായിട്ടുണ്ട്, ഒരു ഹിന്ദി സിനിമയായിട്ടുണ്ട്. പ്രിയങ്ക ചോപ്രയാണ് അതിൽ നായികയായിട്ട് വന്നത്. സാത് ഖൂൻ മാഫ് എന്നാണ് ആ സിനിമയുടെ പേര്. സെറിയലായിട്ടുള്ള ഇമാജിനേഷൻ കലർത്തിയ ഒത്തിരി കഥകളും ഇതിലുണ്ട് കേട്ടോ. ഒരു ഹ്യൂമറസ് ആയിട്ട് അങ്കിൾ കെന്നിനെ കുറിച്ചുള്ള 2 കഥകളും അതിലുണ്ട്. അതുപോലെ അഗാഥ ക്രിസ്റ്റിയുടെ ആദ്യത്തെ പുസ്തകം, അവരുടെ ആദ്യത്തെ പുസ്തകം ദ മിസ്റ്റീരിയസ് അഫെയർ അറ്റ് സ്റ്റൈൽസ് ആയിരുന്നു. ആ പുസ്തകത്തിന് കണ്ടൻറ്റ് അവർ ബേസ് ചെയ്തത് ഇന്ത്യയിലെ സവോയ് ഹോട്ടൽ, അതായത് മുസൂറിയിലെ സവോയ് ഹോട്ടലിൽ നടന്നൊരു കൊലപാതകത്തിന് ബേസ് ചെയ്തിട്ടാണ്. അത് ഇന്നേയും വരെയും ആ കൊലപാതകം ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. സത്യത്തിൽ ഇത് നമ്മുടെ ഷെർലക് ഹോംസിൻ്റെ രചയിതാവായ ആർതർ കോനൻ ഡോയലിന് അയച്ചു കൊടുത്തതാണ്. പക്ഷേ അദ്ദേഹം എന്തോ അതിൽ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഇത് ചെന്നെത്തിപ്പെട്ടത് അഗത ക്രിസ്റ്റിയുടെ കയ്യിലായിരുന്നു. അങ്ങനെയാണ് അഗത ക്രിസ്റ്റിയുടെ ആദ്യത്തെ പുസ്തകമായ ദ മിസ്റ്റീരിയസ് അഫെയർ അറ്റ് സ്റ്റൈൽസ് ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ചും ഇതിലൊരു ഷോർട്ട് സ്റ്റോറി പോലെ ഇതിൽ റസ്കിൻ ബോണ്ട് എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് പലപ്പോഴും ഇദ്ദേഹം ഫസ്റ്റ് പേഴ്സൺ നാരറ്റീവിലാണ് എഴുതുന്നത്. ചിലപ്പം അദ്ദേഹം ഒരു അഡൾട്ടായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ഒരു 30s ഒരാളായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. ചില സമയത്ത് ഒരു കുട്ടിയുടെ ഫസ്റ്റ് പേഴ്സൺ നാരറ്റീവിലും ഇത് കാണുന്നുണ്ട്. കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ എഴുതിയ കഥകളും അതിഗംഭീരമായിട്ടുള്ള കഥകളാണ്. ഒത്തിരി ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കഥകളാണ് അതൊക്കെ. പിന്നെ ഈ പറഞ്ഞ കഥകളിലെയൊക്കെ കോമൺ ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ്, ലെഫ്റ്റ് ആൻഡ് സെൻറ്റർ നേച്ചർ മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഇതിൽ കുറച്ച് കവിതകളും ഉണ്ട്, വളരെ കൊച്ചു കവിതകളും ഉണ്ട്. അതിലൊന്ന് ഡു യു ബിലീവ് ഇൻ ഗോസ്റ്റ്സ്, നിങ്ങൾ പ്രേതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞൊരു കവിതയാണ്. അതൊരു 5-6 വരികളേ ഉള്ളൂ. പിന്നെ പ്രേമഭാജനത്തെക്കുറിച്ച് പറയുന്നൊരു കവിതയുണ്ട്, ലിറ്റിൽ സോങ് ഓഫ് ലവ്. പിന്നെയുള്ളൊരു കവിത, നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരാളെയെങ്കിലും വളരെ ഇൻറ്റൻസായിട്ട് സ്നേഹിക്കണമെന്ന് പറയുന്നൊരു കവിതയാണ്, വി മസ്റ്റ് ലവ് സം വൺ. പിന്നെ വരുന്നത് ഒരു ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കവിതയാണ്. അതായത് ജോൺ മിൽട്ടൺ ഹാൾ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷുകാരൻ വളരെ മുൻപ് നമ്മുടെ ഇവിടെ ഇന്ത്യയിലേക്ക് വരുന്നു, മുഗൾ ചക്രവർത്തിയെ കാണുന്നു. പിന്നെ ആ വരവ് അദ്ദേഹം തിരിച്ചു പോയിട്ടേയില്ല. അപ്പം പിന്നെ അതിൽ നിന്നൊക്കെയാണ് പിന്നീട് ഇംഗ്ലീഷ് തങ്ങളുടെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശവകുടീരം ആഗ്രയിലുണ്ട്, പോയിട്ടേയില്ല അദ്ദേഹം. അപ്പോൾ ദ ഗ്രേവ് ഓഫ് ജോൺ മിൽട്ടൺ ഹാൾ ഇൻ ആഗ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയുണ്ട്. വേറെ കവിതകളും ഉണ്ട്. സോളിറ്ററിനെസ്, ഇതിന് ഇത്ര ഭംഗിയുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കി തന്ന ഒരു എഴുത്തുകാരനാണ് റസ്കിൻ ബോണ്ട്. അതുകൊണ്ട് തന്നെ I will always be a Bond girl. I pledge to be a Bond girl always.